എൻ്റെ പേര് ജോസ്ന വേമ്പേനിക്ക്. ഞാൻ അപ്പോസ്റ്റോലിക് വിസിറ്റേഷൻ യൂറോപ്പിൽ നിന്ന് വരുന്നു. ഞാൻ വരുന്ന രാജ്യം ജർമ്മനിയാണ്. ഇപ്പം ജർമ്മനി വളരെ റിലവൻ്റ് ആയിട്ടൊരു രാജ്യമാണ്. കാര്യം ഒത്തിരി യുവജനങ്ങൾ കേരളത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ നമ്മൾ അവിടെ SMIM പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ്. വരുന്ന കുട്ടികളെ, യുവജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ സഭാവിശ്വാസത്തിൽ അടിയുറന്ന് അവരുടെ ഫെയ്ത്ത് ഊട്ടിയുറപ്പിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളവിടെ നടത്തുന്നുണ്ട്. ജർമ്മനിയിൽ മാത്രമല്ല, യൂറോപ്പിലുടനീളം നമുക്ക് 22 to 25 രാജ്യങ്ങളോളം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. അതിന് കയറ്റി ഇറക്കങ്ങളുണ്ട്. കാര്യം അംഗസംഖ്യ പോലെ ആണ് നമ്മുടെ പ്രവർത്തനങ്ങളും. എന്ന നിലയിൽ ഈ ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്. അതിൽ താഴോട്ടുമില്ല മേളിലോട്ടുമില്ല. കാര്യം ഇങ്ങനെ ഒരു സഭയുടെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഒരു യോഗത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിന് ആ ഒരു ദൈവാനുഗ്രഹത്തെ ഞാൻ വളരെയേറെ സ്മരിക്കുകയും അതിനുവേണ്ടി ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഡയസിസിന് വേണ്ടി പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഡയസിസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം സംസാരിക്കാൻ പറ്റിയോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ വേദി ഒരു വളരെ നല്ലതായിരുന്നു. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ അഭിപ്രായം കൂടി ഇവിടെ വോയിസ് ചെയ്യാനായിട്ടുള്ള അവസരം പിതാക്കന്മാർ തരുന്നുണ്ട്. നമ്മുടെ അപ്പോസ്റ്റോലിക് വിസിറ്റേഷൻ യൂറോപ്പിൻ്റെ ഒരു വലിയ ആവശ്യം എന്ന് വെച്ചാൽ നമുക്കൊരു കറക്റ്റ് ഡേറ്റാബേസ് വേണം. കാര്യം ഇവിടെ നിന്ന് വരുന്ന യുവജനങ്ങൾ എന്തോരമാണ്, അതിനെ പറ്റിയിട്ടുള്ളൊരു കൃത്യമായ ധാരണയൊന്നും നമുക്കവിടെ ഇല്ല. അങ്ങനെ പാരിഷ് ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ അത് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എളുപ്പമായിരിക്കും. അപ്പോൾ രൂപത ടു രൂപത ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന കുട്ടികളെ സ്വീകരിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും എളുപ്പമായിരിക്കും. ആദ്യമായിട്ടാണോ ഒരു എപ്പാർക്കിയൽ അസംബ്ലിയിൽ സംബന്ധിക്കുന്നത്? അതെ. എന്താണ് ശരിക്കുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? എന്ത് തോന്നുന്നു? സാറ്റിസ്ഫൈഡ് ആണ്? ഐ എം വെരി ഹാപ്പി ആൻഡ് ആസ് ഐ സെഡ് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ഒരു അൽമായൻ എന്ന രീതിയിൽ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അൽമായൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ് ഈ ഒരു അസംബ്ലിയിൽ പങ്കെടുത്തതിന് ശേഷം മനസ്സിലായിട്ടുള്ളൊരു വസ്തുത. കാരണം ഒരു സമൂഹത്തിൽ, സീറോ മലബാർ സഭയിലായിക്കോട്ടെ, സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ മാറ്റം എല്ലാ ഭാഗങ്ങളിലേക്കും ഉണ്ടാവണം. അതിന് അൽമായരുടെ ഒരു നേതൃത്വവും ഉണ്ടാവണം. വൈദികരോടും സഭയുടെ പിതാക്കന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള സഭയുടെ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിലും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ഉണ്ടാവേണ്ട എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു പങ്കാളിത്തം അൽമായന് സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ഒരു അസംബ്ലിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ പല പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അതിന് ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അവതരണമുണ്ടായി. നമുക്കറിയാം, വിവിധ മേഖലകളിൽ ഇന്ന് സഭ ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഈ ഒരു അസംബ്ലിയിൽ നിന്നും ഉത്തിരിയാൻ സാധിച്ചു എന്നുള്ളത് ഈ അസംബ്ലിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ്. ഈ അസംബ്ലിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യണം, സഭയോട് സജസ്റ്റ് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ സജസ്റ്റ് ചെയ്യാനും അവതരിപ്പിക്കാനൊക്കെ സാധിച്ചിരുന്നു? ഈ വിവിധ പ്രതിനിധികൾ ഈ അസംബ്ലിയിൽ അവരുടെ വിഷയങ്ങളെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പല കാര്യങ്ങളും അവിടെ സംസാരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കുടിയേറ്റക്കാർ കേരളത്തിൽ നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും സഭ സ്വീകരിക്കേണ്ട ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി അൽമായർക്ക് ഇവിടെ പങ്കുവയ്ക്കാനും അതനുസരിച്ചുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക്, അതിൻ്റെ ഒരു തീരുമാനങ്ങളിലേക്കും ഒക്കെ എത്തുവാനായിട്ട് ഇന്നത്തെ ഈ ദിവസങ്ങളുടെ അസംബ്ലിക്ക് സഹായിച്ചിട്ടുണ്ട്. Myself Rita from Bisnor Diocese, and actually we were into this particular program from so many months because we had a meeting in Ujjain
related to this only. And there all programs and everything, all arrangements were being discussed. But the thing was, Father Joji, as the convener of the fifth Archiepiscopal Assembly, he was the concerned person who was having this responsibility to take up the charge and do the things in a proper order so that things move softly and everything is arranged very properly. I literally appreciate his hard work, appreciate hard work of each and every person in the team, because it was literally awesome, very awesome experience. It was like a flower blooming, and that flower just bloomed to its extreme limits. Nothing could stop them, neither the budget, neither the finance, nor the arrangements, nor the food, nothing. And as we are from Uttarakhand, we have got completely the different culture, food habits, everything is different. But when we came here, everything was superb. We enjoyed food as well as we enjoyed our stay here. The prayer sessions which were conducted, even the general sessions, the talks which were being done, that was literally awesome. We had a very blooming experience. Being a lay person, whether you were able to express your suggestions to the eparchy? Yes, obviously we were able to suggest, and those suggestions were taken up also, because when Laboris Instrumentum was actually discussed, it was disclosed to us. We came to know whatever points we have suggested them. They have obviously tried to include them, whether it was in a brief way or whether it was in a very detailed manner. And here also I got an opportunity to speak from my diocese side. I put up the questions, the problems which we people are facing in the northern India. Manju Twinde from Bijnor Diocese. I'm a teacher in my school. In my place, it is far from Bijnor Diocese, and I'm in Pabo now. Being a lay person, are you satisfied with this assembly? Everything was very nicely they held everything, so I'm satisfied. Are you for the first time taking part in such an assembly? No, it is my second time. What's the difference that you feel from the previous one? That was also small, but that was also good, and this was also nice and good, and everything was very nicely they have done. So എൻ്റെ പേര് അഡ്വക്കേറ്റ് ഷീജ സെബാസ്റ്റ്യൻ. ഞാൻ തലശ്ശേരി അതിരൂപതയെ പ്രതിനിധാനം ചെയ്താണ് ഞാൻ ഈ യോഗത്തിലേക്ക് വന്നത്, ഈ അസംബ്ലിയിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞങ്ങൾക്ക് മാർഗ്ഗരേഖ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയിരുന്നു. ഇതിലേക്ക് നമ്മളെ നോമിനേറ്റ് ചെയ്ത സമയത്ത് തന്നെ മാർഗ്ഗരേഖ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ മാർഗ്ഗരേഖയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ വായിച്ചും നല്ല രീതിയിൽ വായിച്ചും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരുങ്ങിയും വ്യത്യസ്ത തലത്തിലുള്ള ആളുകളോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിച്ചും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഇതൊരു ഭാഗ്യ സമയമായിട്ട് കണക്കാക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു സഭയുടെ ആധികാരികമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ നല്ല ചർച്ചകളായിരുന്നു. ആ ചർച്ചകൾക്ക് മുമ്പ് ഓരോ പേപ്പറുകളെക്കുറിച്ചും വളരെ വ്യക്തമായ രീതിയിലുള്ള അവതരണങ്ങളുണ്ടായിരുന്നു. അവതരണങ്ങൾക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ചകളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ചർച്ചയിലെല്ലാം സജീവമായി പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ആ ചർച്ചയെ ക്രോഡീകരിക്കുന്നതിലും അതുപോലെ തന്നെ അത് അവസാനം അതിൻ്റെ ക്രോഡീകരണത്തിലെത്തിയപ്പോൾ പുതിയ ഒരു മാറ്റം തീർച്ചയായിട്ടും വിശ്വാസ തലത്തിലും സഭയുടെ എല്ലാ സാമൂഹിക ഇടപെടലുകളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നടക്കുമെന്ന് പ്രത്യാശിക്കുന്നു. I am Julian from Takkala Diocese. I am representing the diocese as a lay delegate female. It's my first experience here in this Kerala based on this assembly. By coming here, I heard many things regarding our church, because just now I joined in this Syro Malabar. Just now means after my marriage. So I don't know about the problems going around here, and I'm a Tamilian, so I won't see the Malayalam news also. So when I come here, I understood what are the problems, situation we are facing here, and also in our area also there is some problem. Anyway, it's very nice program, and if it is all the request made by the lay people, most of the requests they can accept, I think. If it is come into the discussion and if it is implemented, it is good.
എൻ്റെ പേര് ജിഷാദ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ നിന്നാണ് വരുന്നത്. KCUM അതിരൂപത പ്രസിഡൻ്റാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് തുടങ്ങിയ അസംബ്ലിയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ സഭ നേരിടുന്ന പല പ്രശ്നങ്ങളും മുന്നോട്ടുള്ള സഭയുടെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചുള്ള പല നല്ല രീതിയിലുള്ള നല്ല ചർച്ചകളാണ് ഈ ദിവസങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരിയേറെ മാറ്റങ്ങൾ തുടർന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളെക്കുറിച്ച് യുവജനങ്ങളുടെ ആശങ്കകളും യുവജനങ്ങളുടെ ആശയങ്ങളും എല്ലാം കേൾക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് യുവജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഈ അസംബ്ലിയിൽ ഇത്രയധികം ഉണ്ടായിരുന്നത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. സഭ യുവജനങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് അതുതന്നെയാണ് ഒരു കരുതലിൻ്റെ ഒരു സഭ തന്നെയാണ് നമ്മുടെ സഭ. Shoshami Agasti from Rajkot, council member from there. I came as a representative of women. അൽമായ എന്ന നിലയിൽ ഈ ഒരു അസംബ്ലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. Yes, yes, sir. We are very happy. There is no problem. Smoothly our church is functioning. There is no problem. Suggestions I had given in the group discussion. Okay. Good assembly session. All the three sessions are very nice. And we got a lot of information about the church and the basic principles and all now. So how to rear the children, how to give them the basic faith of Christianity, that all we have learned. Are you for the first time taking part in an assembly? This is the third time. So what was the previous experience and comparison? Previous, that time I was quite young, so I didn't, that means not that much deep. Now it is better than the previous one. ഞാൻ ബീന വർഗീസ്, പാലക്കാടാണ്, പാലക്കാട് രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ വിമൻ്റെ പാർട്ടിസിപ്പൻ്റായിട്ടാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റിൽ 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു അസംബ്ലിയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഞങ്ങൾ മാസങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയായിരുന്നു. പാർക്കയിൽ അസംബ്ലി, അങ്ങനെ കാറ്റിസത്തിൻ്റെ പ്രത്യേക മീറ്റിങ്ങുകൾക്കൊക്കെ ഞങ്ങൾ കാക്കനാട് വരികയും പരിശുദ്ധ പിതാവുമായിട്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുകയും ഗ്രൂപ്പ് ചർച്ചകളും ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തന്നെ എല്ലാ തീരുമാനങ്ങളും ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. പ്രാവശ്യത്തെ അസംബ്ലി ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിട്ടിയ ഒരു സഭയുടെ ഫീല്, സിറോ മലബാർ ചർച്ച് ഈസ് വെരി ആക്റ്റീവ് ആൻഡ് അലൈവ്. സഭയുടെ ഒരു മിഷണറി പൾസ് ഇവിടെ ഫീൽ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. മിഷൻ രൂപതകളിൽ നിന്ന് വന്ന പല അച്ഛന്മാരും മെത്രാന്മാരുമായിട്ട് സംസാരിക്കുവാനായിട്ടും ലോക്കൽ റിയാലിറ്റി എന്താണെന്നും യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സിറോ മലബാർ സഭ സജ്ജമാണെന്നും അതിന് ചോരയും നീരും കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുവാണെന്നുമുള്ള ഒരു ഹൃദയസ്പർശിയായ എക്സ്പീരിയൻസാണ് എനിക്കുണ്ടായത്. പലപ്പോഴും നമ്മൾ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഡിബേറ്റുകളും ഡിവിഷൻസും ഒക്കെ നമ്മൾ കേട്ട് മനം മടുത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സഭയുടെ ജീവൻ അവിടെയല്ല, ഈ കർത്താവിൻ്റെ കാലത്ത് അപ്പസ്തോലന്മാരുടെ സമയത്തുണ്ടായിരുന്ന അതേ തീക്ഷ്ണതയോടുകൂടെ സിറോ മലബാർ സഭയുടെ ചലനങ്ങൾ ഇന്ത്യ ഒട്ടുക്കും ലോകം ഒട്ടുക്കും നടക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം ഈ അസംബ്ലി വന്നപ്പോഴത്തേനും എനിക്ക് സിദ്ധിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മൾ സഭയുടെ ചൈതന്യത്തിനൊത്ത് സഭയിൽ നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പരിശുദ്ധാത്മാവിനോടൊപ്പം നീങ്ങാനായിട്ടുള്ള ഒരു പ്രചോദനം ഈ അസംബ്ലി നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമാണ് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് കണ്ണെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിനോട് കൈകോർത്ത് മിഷണറി സ്പിരിറ്റോട് കൂടെ സിറോ മലബാർ സഭ വളരണം എന്നാണ് ഈ അസംബ്ലി നമ്മളോട് പറയുന്നത്. താങ്ക് യു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അസംബ്ലിയിൽ അവതരിപ്പിക്കണം എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ, അതൊക്കെ അവതരിപ്പിക്കാൻ സാധിച്ചില്ല? അസംബ്ലിയിൽ അവതരിപ്പിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ സഭയുടെ ഈ അസംബ്ലിയുടെ ടൈം റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ഫർദറായിട്ടുള്ള മൂവ്മെൻറ്റ്സ് സഭയുടെ ഭാഗത്തുനിന്ന് കൊടുത്ത സജഷൻസിൽ സഭയുടെ ഭാഗത്തുനിന്ന് ഫർദർ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ അസംബ്ലി എന്ന് പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു കൺസൾട്ടേറ്റീവ് ബോഡിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ അസംബ്ലിയിൽ വന്നിരിക്കുന്ന ആലോചനകളെല്ലാം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുമ്പിൽ വരുമെന്നും അത് സെനറ്റിൻ്റെ മുമ്പിൽ വരുമെന്നും അവരത് പ്രായോഗികമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് വിവേചിക്കുമെന്നും ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. Anita Julius from Kalyan Diocese. I am the female representative of Kalyan Diocese. This was just an awesome experience. Actually ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അസംബ്ലിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഞങ്ങളുടെ രൂപതയിൽ അസംബ്ലിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ സീറോ മലബാർ അസംബ്ലി ദിസ് വാസ് വാക്കുകളിൽ അതിനെ പറയാൻ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഞങ്ങളുടെ രൂപതയെ റെപ്രസെൻ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഞങ്ങളുടെ 7000 പരം അമ്മമാരെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ വരിക എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ആൻഡ് ദാറ്റ് ടു നമ്മുടെ എൻറ്റയർ സീറോ മലബാർ ചർച്ചിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റുക, ഇത്രയേറെ പിതാക്കന്മാരുടെ കൂടെ നമ്മൾ ഡിസ്കഷനിലിരിക്കുന്നു. ആൻഡ് ഈവൻ നമ്മുടെ ഡിസ്കഷൻസ് ദേ ആർ ടേക്കിംഗ് ഇറ്റ് സോ വാല്യുബിളി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരിയേറെ നമ്മുടെ സഭയെ കൂടുതൽ സ്നേഹിക്കാനും പറ്റിയൊരു അവസരമായിരുന്നു. സജഷൻസ് നോ, സജഷൻസ് ഒന്നും കൊടുത്തില്ല. ഹീ ഗേവ് സജഷൻസ്, but we could actively participate in the group discussions and all. So there we had put forth our suggestions. So overall it was a fruitful experience and we are taking a lot of memories with us. The fire is burning within us. Thank you. ഞാൻ ബീന ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നാണ് വരുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാതൃവേദി പ്രസിഡൻ്റാണ്. വനിതാ പ്രതിനിധി എന്ന നിലയിൽ എനിക്കാണ് ഇപ്രാവശ്യം അവസരം കിട്ടിയത്. അതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. ഇടവകയ്ക്കും ഫൊറോനയ്ക്കും അതിരൂപതയ്ക്കും ഒക്കെ വേണ്ടി ഒരു വനിതാ പ്രതിനിധി എന്ന് വന്നതിൽ ഒത്തിരി അഭിമാനമുണ്ട്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ഇവിടെ വന്നപ്പം നമുക്ക് ഈ ഒരു ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സഭയോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനും സഭയുടെ കാര്യങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ഈ സഭയിലേക്ക് സഭയുടെ വളർച്ചയിൽ കൂടുതൽ കൊണ്ടുവരാനുമായിട്ട് നമുക്ക് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ്, കാരണം ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ കിട്ടാത്ത ഒരു അവസരമാണ്. അത് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. എൻ്റെ പേര് അലക്സ്, ഞാൻ SMYM-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അസംബ്ലിയെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇതൊരു ദൈവഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. നമുക്കറിയാം സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ആഗോള തലത്തിൽ ഗ്ലോബൽ തലത്തിൽ വളർന്ന് കിടക്കുന്ന രാജ്യം. അപ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ പരിഗണിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ ആശയങ്ങൾ പഠിക്കുവാനും അവരുടെ ആശയങ്ങൾ കൃത്യമായി പരിഹാരം കണ്ടെത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും പ്രത്യേകിച്ച് SMY പ്രസ്ഥാനത്തിൻ്റെ കൂടുതൽ തലത്തിലേക്ക് വളർത്തിയെടുക്കുവാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാനും അത് സിനഡിൽ അവതരിപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നടന്നു. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കാര്യത്തിൽ സഭ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടതിന് തെളിവും കൂടിയാണ് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഈ അസംബ്ലിയിൽ വന്ന കാരണം. അതുകൊണ്ട് തന്നെ വളരെ പ്രായോഗികമായിട്ട് തന്നെ അതിനെ കണക്കാക്കും. ഞാൻ ഡോക്ടർ രേഖ മാത്യൂസ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയാണ്. കാർഡിനൽ ടിസറാങ് പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ ദ ഹിസ്റ്ററി ഓഫ് യുവർ ചർച്ച് എന്ന്. അപ്പോൾ നമ്മൾ ഈ സീറോ മലബാർ സഭയായിട്ട് ഇവിടെ സമ്മേളിച്ചിരിക്കുമായിരുന്നു കഴിഞ്ഞ 4 ദിവസം. നമ്മുടെ തലവനും പിതാവുമായ തട്ടിൽ പിതാവിനോടൊപ്പം മെത്രാന്മാർ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ധാരാളം സെഷൻസ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പിന്നെ ഓപ്പൺ സെഷൻസ് ഇഷ്ടം പോലെ, ഒരുപാട് അവസരം, എല്ലാവരുടെയും ശബ്ദം കേൾക്കപ്പെട്ട ഒരു വേദിയാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അൽമായരുടേത് പ്രത്യേകിച്ച് ഒരുപാട് സമയം നമുക്ക് അനുവദിച്ചു തന്നിരുന്നു. അത് സഭയുടെ ഒരു സഭാ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ ഒരു കാരണം തന്നെ ശ്രവിക്കുന്ന സഭയായിട്ട് ഇത് തുടരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സന്തോഷം. പരിശുദ്ധാത്മാവ് നയിച്ച ദിവസങ്ങളായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധന്യമായ ഒരു അനുഭവമായിരുന്നു. I am Felix Wilson from Kalyan Diocese. I'm the youth president of Kalyan Diocese, and this is the first time that I'm attending our major archiepiscopal meet. Although it's the 5th one, this is my first one. Must say it is an unforgettable experience in my life. Being a part of youth and starting off as a president here and representing as a youth president, it was something very different that I don't see in parishes, forains and dioceses. Here we get a platform where all the priests, bishops and the ladies are treated on an equal platform and equal manner, where they are all in on suggestions, hearing, can openly give their suggestions. Everything is accepted, everything is noted, everything is forwarded to the team as well. So saying this, coming an equal level with all of these people, it really makes me feel proud that I am here and I'm glad that I could attend these 3 days here. എൻ്റെ പേര് ഡെന്നി, ഞാൻ സൗദി അറേബ്യയിൽ വരുന്നതാണ്. സൗദി അറേബ്യ റിയാദിൽ നിന്നാണ് വരുന്നത്. ഇവിടെ നാട്ടിൽ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. വളരെ നല്ലൊരു അനുഭവമാണിത്. കാരണം ഞാൻ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത് പ്രവാസികളുടെ വിഷയം സഭയിലെ തീരുമാനങ്ങളിലേക്ക് എടുക്കാനായിട്ടായിരുന്നു. അത് വളരെ അനുകൂലമായിട്ട് ഒരു തീരുമാനം
എടുക്കും. അതിൻ്റെ പ്രവാസികളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഒരു രൂപതയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സന്തോഷമുണ്ട്. അപ്പോൾ പ്രവാസികളെ സഭ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് സാധിച്ചിട്ടുണ്ട്. രൂപതയാണോ മെയിനായിട്ട് ആവശ്യപ്പെട്ടത്? തീർച്ചയായിട്ടും നമുക്ക് പ്രവാസികളായിട്ട് കഴിയുന്നവർക്ക് മിഡിൽ ഈസ്റ്റിലെ സീറോ മലബാർ സഭയ്ക്ക് രൂപതയില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട്. അത് നമ്മൾ വളരെ ഒരു 10-15 വർഷമായിട്ട് ഞങ്ങളിതിന് പുറകെ നടക്കുന്നതാണ്. അതിനൊരു തീരുമാനം ഈ സിനോഡോടുകൂടി ഉണ്ടാക്കിയിട്ടു. ഈ അസംബ്ലി സീറോ മലബാർ സഭയ്ക്കും ലോകത്തിലുള്ള ക്രൈസ്തവ സഭയ്ക്കും മൊത്തത്തിൽ ഒരു പ്രകാശവും ഊർജവും ലഭിക്കുന്നതായിട്ടാണ് ഈ 4 ദിവസക്കാലം ഇവിടെ അനുഭവവേദ്യമായത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു കുടുംബവും ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കൂട്ടായ്മയിലൂടെ ലഭിച്ചു. അതിന് ഈശ്വരന് പ്രത്യേകം നന്ദി പറയുന്നു. അസംബ്ലി സഭയുടെ കെട്ടുറപ്പിന് ഞങ്ങൾക്കും കൂടിയിട്ട് അതിനോടൊപ്പം കൂടിച്ചേരാൻ ഉള്ള ഒരു ധൈര്യവും അതോടൊപ്പം തന്നെ പ്രേരണയും നമുക്ക് ഉരുത്തിരിഞ്ഞു. ഓഫ് കോഴ്സ് വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു. ഓർഗനൈസേഷൻ നമ്മൾ പ്രത്യേകം, പിന്നെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാം കൃത്യസമയത്ത് തന്നെ കഴിഞ്ഞു. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. സജഷൻസ് സീറോ മലബാർ സഭയുടെ ആത്മാരെ ഒന്നും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുവരാനും എല്ലാ കാറ്റഗറിയിലുള്ളവരെയും കണ്ടെത്തി സഭയോട് കൂടുതൽ അടുപ്പിക്കാനും ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്.